അഞ്ചാം ക്ലാസ്സിലെ മാത്തമെറ്റിക്സിലെ അഞ്ചാമത്തെ യൂണിറ്റായ പാർട്ട് നമ്പർ അഥവാ ഭാഗങ്ങളുടെ സംഖ്യ എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതോടൊപ്പം പാഠപുസ്തകത്തിലെ 66, 67, 68 എന്നീ പേജുകളിലെ പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാം. അഞ്ചാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. പകുതി എന്നാൽ 2 ദോശ കഴിച്ചു കഴിഞ്ഞപ്പോൾ മിനി പറഞ്ഞു, ഇനി ഒരു മുഴുവൻ ദോശ വേണ്ടമ്മേ, അര ദോശ മതി. അര ദോശ എന്നാൽ ഒരു ദോശയുടെ പകുതി അല്ലേ? ഹാഫ് എ ദോശ മീൻസ് കട്ടിംഗ് എ ദോശ ഇൻടു 2 ഈക്വൽ പാർട്സ്, റൈറ്റ്? ഈ ചിത്രം നോക്കൂ. ഹാഫ് ദ സർക്കിൾ ഈസ് കളേർഡ്. വട്ടത്തിൻ്റെ പകുതി നിറം കൊടുത്തിട്ടുണ്ട്. അതായത് നിറം കൊടുത്തത് പകുതി വട്ടം. ഈ ചിത്രത്തിലോ പകുതി വര നീല, പകുതി വര ചുവപ്പ്. വരയുടെ നീളം 1 മീറ്റർ ആണെങ്കിലോ 1 മീറ്ററിൻ്റെ പകുതി നീളത്തെ അര മീറ്റർ എന്ന് പറയാം. അപ്പോൾ അര മീറ്റർ നീല, അര മീറ്റർ ചുവപ്പ്. 1 ലിറ്റർ പാൽ 2 കുട്ടികൾക്ക് ഒരേ അളവിൽ കൊടുത്തു. ഒരാൾക്ക് എത്ര കിട്ടി? 1 ലിറ്ററിൻ്റെ പകുതി, അതായത് അര ലിറ്റർ. തിങ്ക് ഓഫ് സച്ച് എ ലൈൻ 1 meter long. We say half a meter for half of 1 meter. So the blue part is half a meter and the red part is also half a meter. 1 liter of milk is divided equally among 2 kids. How much did each get? Half liter each. അല്ലേ? 2 തുല്യ ഭാഗമാക്കിയതിൽ ഒന്നാണ് പകുതി അല്ലെങ്കിൽ അര. കണക്കിൽ ഇതെഴുതുന്നത് 2/1 എന്നാണ്. അര എന്നോ 2/1 എന്നോ ആവശ്യം പോലെ വായിക്കാം. അപ്പോൾ മിനിക്ക് വേണ്ടത് ദോശയുടെ അരഭാഗം. വട്ടത്തിൽ നിറം കൊടുത്തത് അതിൻ്റെ അരഭാഗം. 1 മീറ്ററിൻ്റെ പകുതി അര മീറ്റർ. 1 ലിറ്ററിൻ്റെ പകുതി അര ലിറ്റർ. ഹാഫ് മീൻസ് 1 of 2 equal parts. In math, we write it as 1/2. Thus, we can write Mini wants only half of a dosha. Half of the circle is colored. Half of 1 meter is half meter. Half of 1 liter is half liter. ഈ ചിത്രം നോക്കൂ. നിറം കൊടുത്തിരിക്കുന്നത് വട്ടത്തിൻ്റെ അരഭാഗമാണോ? ഈസ് ദ കളേർഡ് പാർട്ട് ഹാഫ് ഓഫ് ദ സർക്കിൾ? അല്ലെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? വൈ ഡു യു സേ നോ? ഈ ചിത്രം കാണുമ്പോഴേ നമുക്കറിയാം അല്ലേ, ഈ വൃത്തത്തെ തുല്യഭാഗമായല്ല വിഭജിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചിത്രത്തിൻ്റെ 2/1 അല്ല. ഈ ചിത്രങ്ങൾ നോക്കൂ. ഒരു സമചതുരത്തിൻ്റെ 2/1 ഭാഗം 2 രീതികളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എ സ്ക്വയർ ഈസ് ഡിവൈഡഡ് ഇൻടു ഹാഫ്സ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. ക്യാൻ യു ഹാഫ് എ സ്ക്വയർ ഇൻ എനി അതർ വേ? മറ്റേതെങ്കിലും രീതിയിൽ ഒരു സമചതുരത്തെ നേർപകുതിയാക്കാൻ സാധിക്കുമോ? ഈ ചിത്രങ്ങൾ നോക്കൂ. ഈ ചിത്രങ്ങളിലെല്ലാം ഒരു സമചതുരത്തെ കൃത്യമായി നേർപകുതിയായാണ് വിഭജിച്ചിരിക്കുന്നത്. ഭാഗം 3 ആയാൽ മട്ടം ഉപയോഗിച്ച് ഒരു വൃത്തത്തിൽ ഒരേ അകലത്തിൽ 6 കുത്തുകളിടാമല്ലോ. 3 parts. Using a set square, we can mark 6 equally spaced points on a circle. ഈ പ്രവർത്തനം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണല്ലോ അല്ലേ? ഇവയിൽ ഒന്നിടവിട്ട കുത്തുകൾ മാത്രം കേന്ദ്രവുമായി യോജിപ്പിച്ചാലോ? സപ്പോസ് we join only the alternate points to the center. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? വൃത്തം 3 തുല്യ ഭാഗങ്ങളായി മാറി. കാർഡ്ബോർഡിൽ വരച്ച് മുറിച്ചെടുത്ത് പരിശോധിക്കൂ. എല്ലാ ഭാഗങ്ങളും തുല്യമാണോ? എല്ലാ ഭാഗങ്ങളും തുല്യമാണ് അല്ലേ? അപ്പോൾ ഓരോ ഭാഗവും വൃത്തത്തിൻ്റെ 1/3 ഭാഗമാണെന്ന് പറയാം. എഴുതുന്നതോ 3
ഒരു ഭാഗം. We can say each piece is 1/3 of the circle and we write 1/3 of the circle. അതായത് 1 മീറ്റർ നീളമുള്ള ചരട് 3 തുല്യ ഭാഗങ്ങളായി മുറിച്ചാൽ ഓരോ കഷണത്തിൻ്റെയും നീളം 1/3 മീറ്റർ. If a string of length 1 meter is cut into 3 equal parts, each is of length 1/3 meter. 1 ലിറ്റർ പാൽ 3 പേർക്ക് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര ലിറ്റർ കിട്ടും? 3/1 ലിറ്റർ. If 1 liter of milk is divided equally among 3, how much would each get? 1/3 liter. നമുക്കൊരു ഉദാഹരണം നോക്കാം. അച്ഛൻ ഒരു കേക്ക് കൊണ്ടുവന്നു. അമ്മ അത് ചിത്രത്തിൽ കാണുന്നത് പോലെ 3 കഷണങ്ങളാക്കി. അച്ഛൻ തൻ്റെ വീതം അബുവിന് കൊടുത്തു. അപ്പോൾ അബുവിന് 2 കഷണങ്ങളായി. ശരിക്കു പറഞ്ഞാൽ 3 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 2 ഭാഗം. Father gave his share to Abu, so he got 2 pieces. That means 2 of 3 equal pieces. We say 2/3 of a cake and write this as 2/3 of a cake. അല്ലെങ്കിൽ കേക്കിൻ്റെ 3/2 ഭാഗം. അപ്പോൾ അമ്മയ്ക്കു കിട്ടിയ ഭാഗത്തിനെ എങ്ങനെ എഴുതും? How do we write mother's share? ആകെയുള്ള 3 കഷണങ്ങളിൽ 2 കഷണങ്ങൾ അബുവിന് കിട്ടി അല്ലേ? അതായത് 3/2 ഭാഗം. ബാക്കി 3/1 ഭാഗമാണ് അമ്മയ്ക്ക് കിട്ടിയത്. മറ്റൊരു ഉദാഹരണം നോക്കാം. 1 മീറ്റർ നീളമുള്ള ഒരു ചരടിൽ 3 തുല്യ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി. ഒരു കഷണം മുറിച്ചെടുത്തു. ചെറിയ കഷണത്തിൻ്റെ നീളം എത്ര മീറ്ററാണ്? ചിത്രം നോക്കൂ. 3/1 മീറ്റർ. അപ്പോൾ വലിയ കഷണത്തിൻ്റെയോ? വീണ്ടും ചിത്രം നോക്കൂ. 3/2 മീറ്റർ അല്ലേ? On a string 1 meter long, 3 equal parts are marked and 1 piece cut off. What is the length of the smaller piece? 1/3 meter. And the longer one? 2/3 meter. ഇനി ഒരു സമചതുരം വരയ്ക്കുക. വശങ്ങൾ ഓരോന്നിനും 3 സെൻറ്റിമീറ്റർ നീളം. ഇനി മുകളിലത്തെയും താഴത്തെയും വശങ്ങളിൽ ഇടത്തുനിന്ന് 1 സെൻറ്റിമീറ്റർ അകലത്തിൽ കുത്തുകളിടുക. അവ യോജിപ്പിക്കുക. സമചതുരത്തെ 2 ചതുരങ്ങളായി ഭാഗിച്ചില്ലേ? ചിത്രത്തിൽ നോക്കൂ. ചെറിയ ചതുരം സമചതുരത്തിൻ്റെ എത്ര ഭാഗമാണ്? വലിയ ചതുരമോ? നമുക്കറിയാം 3 സെൻറ്റിമീറ്റർ നീളമുള്ള വശത്തിൽ 1 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ വര വരച്ചത്. അപ്പോൾ ബാക്കി 2 സെൻറ്റിമീറ്റർ. അതായത് 1 സെൻറ്റിമീറ്റർ വീതിയുള്ള ചെറിയ ചതുരം ആദ്യത്തെ സമചതുരത്തിൻ്റെ 1/3 ഭാഗമാണ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ വീതിയുള്ള വലിയ ചതുരമോ? അത് സമചതുരത്തിൻ്റെ 1/3 ഭാഗമാണ്. How much of the square is the smaller rectangle? 1/3. And the larger? 2/3. ഇനി 1/3 ഭാഗത്തിന് ചുവപ്പ് നിറവും 1/2 ഭാഗത്തിന് പച്ച നിറവും കൊടുക്കാം. Color the 1/3 part red and the 2/3 part green. ചിത്രം നോക്കൂ. സമചതുരത്തിൻ്റെ 1/3 ഭാഗത്തിന് ചുവപ്പ് നിറവും 1/2 ഭാഗത്തിന് പച്ച നിറവും നമ്മൾ നൽകി. ചുവടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ നിറം നൽകിയിരിക്കുന്നത് ചതുരത്തിൻ്റെ എത്ര ഭാഗത്തിനാണ്? ഇൻ ദ പിക്ചർ ബിലോ വാട്ട് പാർട്ട് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് കളേർഡ്? ചിത്രം നോക്കൂ. ചതുരത്തെ
2 തുല്യ ഭാഗങ്ങളായാണ് വിഭജിച്ചിരിക്കുന്നത്. അതിലൊരു ഭാഗത്തിനാണ് നിറം നൽകിയിരിക്കുന്നത്, അതായത് 2ൽ 1 ഭാഗം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സമചതുരത്തിൻ്റെ 3ൽ 1 ഭാഗത്തിന് നിറം നൽകൂ. ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ചോദ്യം വേറെയാണ്. കളർ 2/3 ഓഫ് ദ സ്ക്വയർ ബിലോ. ഈ പ്രവർത്തനം നമ്മൾ നേരത്തെ ചെയ്തതാണ്. സമചതുരത്തിൻ്റെ 3ൽ 1 ഭാഗത്തിന് ചുവപ്പ് നിറം നൽകിയിരിക്കുന്നു. സമചതുരത്തിൻ്റെ 3ൽ 2 ഭാഗത്തിന് പച്ച നിറവും നൽകിയിരിക്കുന്നു. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന ചതുരത്തിൻ്റെ 3ൽ 2 ഭാഗത്തിന് നീല നിറവും ബാക്കി ഭാഗത്തിന് പച്ച നിറവും നൽകുക. പച്ച നിറം നൽകിയത് ചതുരത്തിൻ്റെ എത്ര ഭാഗത്തിനാണ്? കളർ 2/3 ഓഫ് ദ റെക്ടാങ്കിൾ ബിലോ ബ്ലൂ ആൻഡ് ദ റിമൈനിങ് ഗ്രീൻ. വാട്ട് പാർട്ട് ഈസ് കളർഡ് ഗ്രീൻ? ചിത്രം നോക്കൂ. ഈ ചതുരത്തിന് 3 സെൻറ്റിമീറ്റർ വീതിയും 6 സെൻറ്റിമീറ്റർ നീളവും ഉണ്ട് അല്ലേ? എങ്ങനെയാണ് ഇതിനെ 3 തുല്യഭാഗങ്ങളാക്കുക? 6 സെൻറ്റിമീറ്റർ നീളമാണല്ലോ ചതുരത്തിനുള്ളത്. 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് ഓരോ വരകൾ വരച്ചാൽ ഈ ചതുരം 3 തുല്യഭാഗങ്ങളാകും അല്ലേ? ഇനി എളുപ്പമാണ്. ഈ 3 കഷണങ്ങളിൽ 2 ഭാഗങ്ങൾക്ക് നീല നിറവും ബാക്കിയുള്ള ഒരു ഭാഗത്തിന് പച്ച നിറവും നൽകാം. അപ്പോൾ പച്ച നിറം നൽകിയത് ചതുരത്തിൻ്റെ എത്ര ഭാഗത്തിനാണ്? 3ൽ 1 ഭാഗത്തിന് അല്ലേ? മറ്റൊരു രീതിയിലും ഇത് ചെയ്യാം. 3 സെൻറ്റിമീറ്റർ വീതിയുള്ള വശത്തെ 1 സെൻറ്റിമീറ്റർ വീതമുള്ള 3 കഷണങ്ങൾ ആക്കാമല്ലോ. ഈ 3 ഭാഗങ്ങളിൽ 2 ഭാഗങ്ങൾക്ക് നീല നിറവും ബാക്കിയുള്ള ഒരു ഭാഗത്തിന് പച്ച നിറവും നൽകണം. അതായത് നീല നിറം നൽകിയത് ചതുരത്തിൻ്റെ 3ൽ 2 ഭാഗത്തിനും പച്ച നിറം നൽകിയത് 3ൽ 1 ഭാഗത്തിനുമാണ്. 1 മീറ്റർ നീളമുള്ള ഈർക്കിൽ ഒടിച്ച് തുല്യവശങ്ങളുള്ള ത്രികോണം ഉണ്ടാക്കി. ഒരു വശത്തിൻ്റെ നീളം എത്ര? 3ൽ 1 മീറ്റർ അല്ലേ? ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം വേറെയാണ്. 1 meter long string is made into a square. What is the length of one side? 1/4 meter. അടുത്ത ചോദ്യം, ചിത്രത്തിൽ നിറം നൽകിയിരിക്കുന്നത് സമചതുരത്തിൻ്റെ എത്ര ഭാഗത്തിനാണ്? What part of the square above is colored? ചിത്രത്തിൽ സമചതുരത്തെ 4 തുല്യ ഭാഗങ്ങളായാണ് വിഭജിച്ചിരിക്കുന്നത്. അതിൽ 2 തുല്യ ഭാഗങ്ങൾക്കാണ് നിറം നൽകിയിരിക്കുന്നത്. അതായത് ചിത്രത്തിൽ നിറം നൽകിയിരിക്കുന്നത് സമചതുരത്തിൻ്റെ 4ൽ 2 ഭാഗത്തിനാണ്. 2/4 പാർട്ട് ഓഫ് ദി സ്ക്വയർ. ചുവടെ കൊടുത്തിരിക്കുന്ന വരയിൽ തുല്യ അകലത്തിലുള്ള ചില ബിന്ദുക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചിത്രം ശ്രദ്ധിക്കൂ. ADയുടെ നീളം ആകെ നീളത്തിൻ്റെ എത്ര ഭാഗമാണ്? വാട്ട് പാർട്ട് ഓഫ് ദ ഹോൾ ലൈൻ ഈസ് ദ ലെങ്ത് AD? A മുതൽ G വരെയുള്ള നീളത്തിൻ്റെ എത്ര ഭാഗമാണ് A മുതൽ D വരെയുള്ള നീളം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിത്രം ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ. A മുതൽ G വരെയുള്ള നീളം എത്ര തുല്യ ഭാഗങ്ങളായാണ് വിഭജിച്ചിരിക്കുന്നത്? 6 അല്ലേ? അതിൽ 3 തുല്യ ഭാഗങ്ങളാണ് A മുതൽ D വരെയുള്ള നീളം. അതായത് ആകെ നീളത്തിൻ്റെ 6ൽ 3 ഭാഗമാണ് ADയുടെ നീളം, 3/6. അപ്പോൾ AC-യുടെ നീളമോ? വാട്ട് അബൌട്ട് ദ ലെങ്ത് AC? A മുതൽ C വരെ 2 തുല്യ ഭാഗങ്ങളുണ്ട്. അതായത് ആകെ നീളത്തിൻ്റെ 6ൽ 2 ഭാഗമാണ് AC, 2/6 ഓഫ് ദി ടോട്ടൽ ലെങ്ത്. അപ്പോൾ AE-യുടെ നീളമോ? A മുതൽ E വരെ 4 തുല്യ ഭാഗങ്ങളുണ്ട്. അതായത് ആകെ നീളത്തിൻ്റെ
6ൽ 4 ഭാഗമാണ് AE, 4/6. മറ്റൊരു പ്രവർത്തനം നോക്കാം. 20 മിനിറ്റ് കൊണ്ട് ക്ലോക്കിലെ മിനിറ്റ് സൂചി തിരിയുന്നത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ്? In 20 minutes, the minute hand of the clock turns through how much of a circle? ക്ലോക്കിലെ സമയം നോക്കൂ. 2 മണി അല്ലേ? 20 മിനിറ്റ് കഴിഞ്ഞാൽ മിനിറ്റ് സൂചി ഏതിലെത്തും? 4-ലെത്തും അല്ലേ? അപ്പോൾ സമയം 2:20. ചിത്രം നോക്കൂ. 20 മിനിറ്റ് കഴിയുമ്പോൾ മിനിറ്റ് സൂചി ആദ്യത്തെ സ്ഥാനത്തു നിന്നും എത്ര ദൂരമാണ് സഞ്ചരിച്ചത്? നമുക്കറിയാം, ഒരു ക്ലോക്കിനെ 12 തുല്യ ഭാഗങ്ങളായാണ് വിഭജിച്ചിരിക്കുന്നത്. ഈ മിനിറ്റ് സൂചി അതിൽ എത്ര ഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്? എണ്ണി നോക്കൂ. 4 അല്ലേ? അതായത് 12ൽ 4 ഭാഗമാണ് ഇപ്പോൾ മിനിറ്റ് സൂചി തിരിഞ്ഞിരിക്കുന്നത്. 4/12. അടുത്ത ചോദ്യം. 4 മണിക്കൂർ കൊണ്ട് മണിക്കൂർ സൂചി തിരിയുന്നത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ്? In 4 hours, how much of a circle does the hour hand turn? ഇപ്പോൾ ക്ലോക്കിലെ സമയം 2 മണി. 4 മണിക്കൂർ കഴിയുമ്പോൾ ക്ലോക്കിലെ സമയം എത്രയായിരിക്കും? 6 മണി അല്ലേ? 2ൽ നിന്നും 6-ലെത്തുമ്പോൾ മണിക്കൂർ സൂചി വൃത്തത്തിൻ്റെ എത്ര ഭാഗം സഞ്ചരിച്ചു? എണ്ണി നോക്കൂ. 4 തുല്യ ഭാഗങ്ങൾ അല്ലേ? അതായത് 12ൽ 4 ഭാഗമാണ് മണിക്കൂർ സൂചി സഞ്ചരിച്ചത്. 4/12. അടുത്ത ചോദ്യം. മിനിറ്റ് സൂചി 1ൽ നിന്ന് 9-ലേക്ക് എത്തുമ്പോഴേക്കും തിരിയുന്നത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ്? When the minute hand moves from 1 to 9, how much of the circle does it turn? ചിത്രം നോക്കൂ. 1ൽ നിന്ന് 9-ലെത്തുമ്പോൾ മിനിറ്റ് സൂചി എത്ര തുല്യ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു? 8 അല്ലേ? അപ്പോൾ മിനിറ്റ് സൂചി സഞ്ചരിച്ചത് 12ൽ 8 ഭാഗത്തിലൂടെയാണ്. 8/12. അപ്പോൾ പാർട്ട് നമ്പർ എന്ന പാഠത്തിലെ ഈ പ്രവർത്തനങ്ങളെല്ലാം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.